ഹായ് എല്ലാവർക്കും നമസ്കാരം. ടെസ്റ്റ് സ്കോറുകൾ കണ്ടിട്ട് ഇത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഓർത്ത് നമ്മൾ കൺഫ്യൂഷൻ അടിക്കാറില്ലേ? എന്നാൽ ഈ വലിയ നമ്പറുകളെയൊക്കെ വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതാണ് സ്റ്റാനൈൻ സ്കോറുകൾ. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ. നിങ്ങളുടെയോ നിങ്ങളുടെ കുട്ടിയുടെയോ ഒരു പരീക്ഷാഫലം കയ്യിൽ കിട്ടുന്നു. അതിൽ ചിലപ്പോൾ 95% അല്ലെങ്കിൽ A+, അല്ലെങ്കിൽ 1200-ൽ 1350 എന്നൊക്കെയാവും കാണുന്നത്. സത്യത്തിൽ ഈ നമ്പറുകൾ എന്താ നമ്മളോട് പറയുന്നത്? ഇതൊരു നല്ല സ്കോറാണോ അതോ ആവറേജ് ആണോ? ഇങ്ങനൊരു സംശയം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാത്രമല്ല. ഈ നമ്പറുകളുടെ കാട്ടിൽ നമുക്ക് വഴിതെറ്റാതിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴിയുടെ പേരാണ് സ്റ്റാനൈൻ സ്കോർ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയെ ഒറ്റയടിക്ക് സിമ്പിളാക്കി തരുന്ന ഒരു കിഡിലൻ ടൂളാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ എന്താണ് ഈ സ്റ്റാനൈൻ? അതിൻ്റെ പേരിൽ തന്നെ ഒരു ക്ലൂ ഉണ്ട്. സ്റ്റാൻഡേർഡ് 9. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണിത്. സംഭവം ഇത്രയുള്ളൂ. എത്ര വലിയ ടെസ്റ്റ് സ്കോറിനെയും 1 മുതൽ 9 വരെയുള്ള ഒരൊറ്റ ഡിജിറ്റ് നമ്പറിലേക്ക് ഒതുക്കുന്നു. ഭയങ്കര സിമ്പിൾ അല്ലേ? നിങ്ങൾ ഈ സെഡ് സ്കോർ, ടി സ്കോർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ? അതിൽ നിന്നൊക്കെ സ്റ്റാനൈൻ കുറച്ച് വ്യത്യസ്തരാണ്. ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാം. സെഡ് സ്കോറുകളൊക്കെ 1.2, 3.25 എന്നിങ്ങനെ പോയിൻ്റൊക്കെ ഇട്ടുള്ള നമ്പറുകളാകാം. എന്നാൽ സ്റ്റാനൈൻ സ്കോറുകൾ എപ്പോഴും 1, 2, 3 എന്നിങ്ങനെയുള്ള റൗണ്ട് നമ്പറുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ സൂക്ഷ്മമായ കൃത്യത കുറച്ചൊന്ന് കുറയും. ശരി, ഈ 1 മുതൽ 9 വരെയുള്ള സ്കോറുകൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നല്ലേ? അത് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചിത്രത്തിന്റെ സഹായം തേടാം. അതാണ് ബെൽ കർവ്. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മാർക്കുകൾ നമ്മളൊരു ഗ്രാഫിൽ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായും കൂടുതൽ പേർക്കും ഒരു ശരാശരി മാർക്കായിരിക്കും അല്ലേ? അവരെയെല്ലാം ഗ്രാഫിന്റെ നടുക്കൊരു മല പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കും. അതേസമയം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരും ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയവരും കുറവായിരിക്കും. അവർ ആ മലയുടെ 2 സൈഡിലോട്ടുള്ള ചരിവുകളിലും വരും. ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ബെൽ കർവ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ബെൽ ഷേപ്പിലുള്ള ഗ്രാഫിനെ ഒരു കേക്കാണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ കേക്കിനെ 9 കഷണങ്ങളായി മുറിക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം, എല്ലാ കഷണത്തിനും ഒരേ വലിപ്പമല്ല കേട്ടോ. നടുക്കുള്ള കഷണങ്ങൾ വലുതും അറ്റത്തുള്ളവ ചെറുതുമായിരിക്കും. ദേ, ഈ കാണുന്ന 9 കഷണങ്ങൾ, ഇത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡൈൻ സ്കോറുകൾ. ഏറ്റവും ഇടതുവശത്തുള്ള, അതായത് ഏറ്റവും കുറഞ്ഞ സ്കോറുകളുള്ള കഷണത്തിന് നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. തൊട്ടടുത്തതിന് 2, അങ്ങനെ പോയി ഏറ്റവും വലതുവശത്തുള്ള ഏറ്റവും ഉയർന്ന സ്കോറുകളുള്ള കഷണത്തിന് 9 എന്നും പേര് കൊടുക്കുന്നു. സിമ്പിൾ. ഇനി ചെറിയൊരു കണക്ക്, പേടിക്കാനൊന്നുമില്ല, സിമ്പിളാണ്. സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ ബെൽ കർവിന്റെ ശരാശരി അല്ലെങ്കിൽ സെന്റർ പോയിന്റ് 0 വരുന്നത്. എന്നാൽ സ്റ്റാനൈൻ സിസ്റ്റത്തിൽ ഈ 9 കഷണങ്ങളുടെ കൃത്യം നടുക്ക് വരുന്ന പോയിന്റ് 5 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ശരാശരി 5 ആണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്റ്റാനൈൻ സ്കോർ 5 കിട്ടിയാൽ അതിനർത്ഥം നിങ്ങളുടെ പ്രകടനം കൃത്യം ആവറേജ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാനൈൻ സ്കോർ കിട്ടിയെന്ന് വിചാരിക്കുക. 7 എന്നോ 4 എന്നൊരു നമ്പർ. അത് ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ഓരോ സ്കോറും എന്താണ് പറയുന്നത് നോക്കാം. ഈ കാണുന്ന ടേബിളാണ് സ്റ്റാനൈൻ സ്കോറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഓരോ സ്കോറും പരീക്ഷ എഴുതിയവരിൽ എത്ര ശതമാനം പേരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 9 കിട്ടിയാൽ അതിനർത്ഥം നിങ്ങൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച 4% ആളുകളിൽ ഒരാളാണ് എന്നാണ്. ഇനി സ്കോർ 5 ആണെങ്കിലോ? നിങ്ങൾ കൃത്യം നടുവിലുള്ള ഏറ്റവും വലിയ ഗ്രൂപ്പായ 20% പേരിൽ ഒരാളാണ്. അതായത് ഒരു ശരാശരി പ്രകടനം. അപ്പോൾ ഇത് ഓർത്തുവയ്ക്കാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. സ്കോർ 1, 2, 3 ആണെങ്കിൽ പ്രകടനം ശരാശരിക്ക് താഴെയാണ്. 4, 5, 6 ആണെങ്കിൽ അതൊരു ശരാശരി പ്രകടനമാണ്. ഇനി 7, 8, 9 ആണെങ്കിലോ? അത് ശരാശരിക്ക് മുകളിലാണ്. അതായത് വളരെ മികച്ച പ്രകടനം. ഇതിൽ 5 ആണ് കൃത്യം ആവറേജ്. എളുപ്പമല്ലേ? ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. എൻ്റെ മാർക്ക് 100-ൽ 78 ആണെങ്കിൽ അതെങ്ങനെ സ്റ്റാനൈൻ സ്കോറാക്കി മാറ്റും അല്ലേ? ആ പ്രോസസ്സും ഭയങ്കര സിമ്പിളാണ്. വെറും 2 സ്റ്റെപ്പിൽ ഈ കാര്യം നടക്കും. സ്റ്റെപ്പ് 1, പരീക്ഷ എഴുതിയ എല്ലാവരുടെയും മാർക്കുകൾ ഏറ്റവും കുറഞ്ഞത് മുതൽ ഏറ്റവും കൂടിയത് വരെ ഓർഡറിൽ എഴുതുക. സ്റ്റെപ്പ് 2, നമ്മൾ നേരത്തെ കണ്ട ആ ടേബിളിലെ ആ ശതമാന കണക്കനുസരിച്ച് ഈ ലിസ്റ്റിനെ മുറിക്കുക. അതായത് ഏറ്റവും താഴെയുള്ള 4% പേർക്ക് സ്റ്റാനൈൻ 1 കൊടുക്കുക. അതിനു മുകളിലുള്ള 7% പേർക്ക് സ്റ്റാനൈൻ 2, അങ്ങനെ മുകളിലേക്ക് പോവുക. അത്രയുള്ളൂ. സ്റ്റാനൈൻ സ്കോറുകളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. പക്ഷേ ഈ ലാളിത്യത്തിന് നമ്മളൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാനൈൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് നേട്ടമുണ്ട്, കൂടെ എന്ത് നഷ്ടപ്പെടുന്നുണ്ട് എന്നും കൂടി നമുക്ക് നോക്കാം. ഈ സ്ലൈഡിലെ വാചകം ശ്രദ്ധിച്ചോ? വിവരനഷ്ടം അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻഫർമേഷൻ.
എന്താണിത് അർത്ഥമാക്കുന്നത്? സ്റ്റാൻഡേർഡ് സിസ്റ്റം പലതരം സ്കോറുകളെ 9 വലിയ ഗ്രൂപ്പുകളാക്കി ചുരുക്കുമ്പോൾ ആ ഗ്രൂപ്പുകൾക്കുള്ളിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റാതെയാവുന്നു. ഉദാഹരണത്തിന്, ഒരാൾക്ക് 65 മാർക്കും മറ്റൊരാൾക്ക് 75 മാർക്കും കിട്ടിയാലും ഒരുപക്ഷെ അവർ രണ്ടുപേരും ഒരേ സ്റ്റാൻഡേർഡ് ഗ്രൂപ്പിലായിരിക്കും. ആ 10 മാർക്കിന്റെ വ്യത്യാസം അവിടെ നഷ്ടപ്പെട്ടു. ഇതിനെയാണ് വിവരനഷ്ടം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ ഈ ഉദാഹരണം കേട്ടാൽ മതി. നമ്മുടെ ശരാശരി ഗ്രൂപ്പായ സ്റ്റാൻഡേർഡ് 5 എടുക്കാം. ആ ഗ്രൂപ്പിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയയാളും ഏറ്റവും കൂടിയ മാർക്ക് കിട്ടിയയാളും തമ്മിൽ ചിലപ്പോൾ 20% പോയിന്റിന്റെ വരെ വ്യത്യാസമുണ്ടാകാം. പക്ഷേ റിപ്പോർട്ട് കാർഡിൽ വരുമ്പോൾ രണ്ടുപേർക്കും ഒരേ സ്കോറായിരിക്കും 5. ഇതാണ് സ്റ്റാൻഡേർഡ് സിസ്റ്റം നേരിടുന്ന ഏറ്റവും വലിയൊരു വിമർശനം. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്തുന്നത്. ഡേറ്റയെ വിലയിരുത്തുമ്പോൾ നമുക്കെന്താണ് വേണ്ടത്? ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്ന ലാളിത്യമാണോ, അതോ ഓരോ ചെറിയ വ്യത്യാസവും രേഖപ്പെടുത്തുന്ന കൃത്യതയാണോ? ശരിക്കും പറഞ്ഞാൽ ഇതിനൊരൊറ്റ ഉത്തരമില്ല. ഓരോ സാഹചര്യത്തിലും ഇതിന്റെ ഉത്തരം മാറും. സ്റ്റാൻഡേർഡ് സ്കോറുകൾ നമ്മളെ ഈ പ്രധാനപ്പെട്ട ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അടുത്ത തവണ ഒരു സ്കോർ കാണുമ്പോൾ അതിന്റെ ലാളിത്യം കാണുന്നതിനൊപ്പം അതിൽ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഈ നഷ്ടങ്ങളെക്കുറിച്ചും നിങ്ങൾ ഓർക്കുമല്ലോ.